നില. അവൻ പതിയെ വിളിച്ചപ്പോഴാണ് അവൾ കണ്ണു തുറന്നത്. ഒരു കണ്ണ് മാത്രം തുറന്ന് അവനെ അവൾ നോക്കിയപ്പോൾ അവൻ ഭംഗിയായി അവളെ നോക്കി ചിരിച്ചു കാണിച്ചിരുന്നു. സോറി എബി, എനിക്കിതൊന്നും പരിചയമില്ല, അവൾ നിഷ്കളങ്കതയോടെ പറഞ്ഞപ്പോൾ അവൻ അവളുടെ അരികിൽ നിന്നും എഴുന്നേറ്റിരുന്നു. താൻ ഇതിൽ എന്തെങ്കിലും ഇട്ടായിരുന്നോ? ദയനീയമായി അവൻ ചോദിച്ചു. ഒരു സ്പൂൺ വാഷിംഗ് പൗഡർ ഇട്ടായിരുന്നു. ദൈവമേ, തന്നോടിത് പറഞ്ഞ എന്നെ വേണം അടിക്കാൻ. അവൻ തലയിൽ കൈവച്ചു. താൻ ഇനി ഒന്നും ചെയ്യണ്ട, ഇതുപോലെ തന്നെ ഇവിടെ ഇരിക്കുക, ഞാനിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അവൻ അതും പറഞ്ഞ് അടുക്കളയിൽ പോയി ഒരു തുണി എടുത്തുകൊണ്ട് വന്ന് കുറച്ചധികം സമയം കൊണ്ടാണ് അവിടെ മുഴുവൻ വൃത്തിയാക്കിയത്. സോപ്പ് പൊടി ഇട്ടത് കൊണ്ട് തന്നെ തറയിൽ നല്ല വഴുവഴുപ്പുണ്ടായിരുന്നു. അതിനാൽ അവൻ ഒന്നുകൂടി സാധാരണ വെള്ളത്തിൽ തറ മുഴുവൻ തുടയ്ക്കുകയും ചെയ്തു. ജോലി ചെയ്യുന്നതിനിടയിൽ അവൻ വിയർക്കുന്നത് കണ്ടപ്പോൾ നിലയ്ക്ക് സങ്കടം തോന്നി. താൻ കാരണമാണ് അവൻ അധിക ജോലി ചെയ്യേണ്ടി വന്നിരുന്നത് എന്ന് അവൾക്ക് തോന്നി. സോറി എബി, ഞാൻ കാരണം എബിക്ക് ഇങ്ങനെയൊക്കെ പറ്റിയത്. സാരമില്ലടോ, ഒരു ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അതാണ് തനിക്ക് ഏറ്റവും സങ്കടമെന്ന് അവൾക്ക് തോന്നി. അവനൊന്ന് വഴക്ക് പറഞ്ഞാൽ പോലും കുഴപ്പമില്ല, എന്ത് പറഞ്ഞാലും ചിരിയാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ കൂളായിട്ടിരിക്കാൻ സാധിക്കുമോ എന്ന് പോലും അവൾ ഓർത്തു. അതെല്ലാം കഴിഞ്ഞതും അവൻ നേരെ അടുക്കളയിൽ കയറി സിങ്കിൽ കിടന്ന കുറച്ച് പാത്രങ്ങൾ കഴുകാൻ തുടങ്ങി. ഞാൻ കഴുകാം, അവൾ അവൻ്റെ അരികിലേക്ക് വന്നു. താനൊന്നും ചെയ്യേണ്ട, അവൻ തൊഴുതു. വിഷമിക്കേണ്ട, അവസരം വരും. ഇപ്പോൾ തൽക്കാലം താൻ ഞാൻ ചെയ്യുന്നത് നോക്കി പഠിച്ചാൽ മതി. താൻ പോയി കുളിച്ച് റെഡിയായിട്ട് വാ, നമുക്ക് പുറത്ത് പോകണ്ടേ? ഇതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചോളാം. നമ്മളൊരു വീട്ടിൽ നിൽക്കുമ്പോൾ അവരെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യണ്ടേ? ഇല്ലെങ്കിൽ മോശമല്ലേ? തനിക്കിപ്പോൾ ഇതൊന്നും പരിചയമില്ലെന്നെങ്കിലും അവർ വിചാരിക്കും. എൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ഒന്നാമതായി നമ്മൾ ഓസിന് താമസിക്കുമ്പോൾ അവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ? കുളിച്ചിട്ട് വാ, അവൻ പറഞ്ഞപ്പോൾ അവസാനം മനസ്സോടെ അവൾ കുളിക്കുവാനായി ബാത്റൂമിലേക്ക് പോയിരുന്നു. അവളുടെ ഓരോ പ്രവൃത്തികൾക്കാണ് അവന് ചിരിയും സഹതാപവും ഒരേപോലെ വന്നു പോയിരുന്നു. ബാത്റൂമിലേക്ക് ചെന്ന് ഷവർ ഓൺ ചെയ്യുന്ന ശബ്ദം അവൻ കേട്ടു. അപ്പോഴേക്കും അവൻ പാത്രങ്ങളൊക്കെ കഴുകി കുളിക്കാൻ തയ്യാറായിരുന്നു. എബി! ബാത്റൂമിൽ നിന്നും വലിയൊരു അലർച്ച കേട്ടുകൊണ്ടാണ് അവൻ ഓടി അവിടേക്ക് ചെന്നത്. അവൻ അവിടേക്ക് ചെന്നപ്പോഴേക്കും അവൻ്റെ കണ്ണ് മിഴിഞ്ഞു പോയിരുന്നു. ഒരു വലിയ ബാറ്റവൽ കച്ച പോലെ കെട്ടി മുടി പോലും തോർത്താതെ ഓടി വന്നവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു നില. ഒരു നിമിഷം അവൻ നിശബ്ദനായി പോയിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. എന്താടോ? അവൻ അവളെ തന്നിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു. അവളെന്നാൽ ഉടുമ്പടക്കം കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. കണ്ണുകൾ അടച്ചുകൊണ്ട് അവൾ പറഞ്ഞു, കോക്രോച്ച്. എന്താ? എബി അത്ഭുതത്തോടെ ചോദിച്ചു. കോക്രോച്ചോ? എബി ചോദിച്ചു. അതെ, പാറ്റ, കേട്ടിട്ടില്ലേ? അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവൻ ഉമ്മനീര് വിഴുങ്ങി തലയാട്ടി. ഒരു പാറ്റയെ കണ്ടതിനാണോ ഇത്രയും ബഹളം വെച്ചത്? എനിക്ക് മിതരി സാധനങ്ങൾ കാണുന്നത് വല്ലാത്ത അറപ്പാണ്. കണ്ടപ്പോൾ തന്നെ എന്തോ പോലെ. അവളൊരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചു പറഞ്ഞപ്പോൾ തലയിൽ കൈവച്ചു പോയിരുന്നു അവൻ. ഒരു പാറ്റയെ കണ്ടതിനാണോ താൻ ഇങ്ങനെ ഷക്കീല സിനിമയിലെ കോസ്റ്റ്യൂമും ഇട്ട് ഇറങ്ങി ഓടിയത്? അവളെ അടിമുടി നോക്കി അവൻ പറഞ്ഞപ്പോഴാണ് അവൾക്ക് ബോധം വന്നത്. പെട്ടെന്ന് അവൾക്ക് നാണം തോന്നി. അവൾ അവൻ്റെ അരികിൽ നിന്നും കുറച്ചു മാറി നിന്നു. ശേഷം ഒരു ചമ്മലോടെ അവനെ നോക്കി. അത് പിന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ പേടിച്ചു പോയി, അതാ. അവൾ മടിയോടെ പറഞ്ഞപ്പോൾ അവന് ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയായിരുന്നു. ഞാൻ അത്യാവശ്യം കൺട്രോളുള്ള ഒരു പുരുഷനായതുകൊണ്ട് രക്ഷപ്പെട്ടു. വേറെ വല്ലവരുമായിരുന്നെങ്കിൽ. അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ കൂർപ്പിച്ചൊന്ന് നോക്കി. എന്ത് സംഭവിക്കാൻ? ഇതിനിപ്പോൾ എന്താണ് കുഴപ്പം? മറക്കേണ്ടതൊക്കെ മറച്ചു തന്നെയല്ലേ ഞാൻ നിൽക്കുന്നത്? അവൾ ചോദിച്ചു. അതൊക്കെ തന്നെ, പക്ഷേ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, നായിക ഇങ്ങനെയുള്ള ലുക്കിലൊക്കെ വന്നിട്ടാണ് ഓരോരോ ആവശ്യമില്ലാത്ത തോന്നലുകൾ ചില പുരുഷന്മാർക്ക് വരുന്നത്. എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനുഷ്യനെ വഴിതെറ്റിക്കാനായിട്ട് ഇറങ്ങിക്കോളും. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയപ്പോൾ കാര്യം മനസ്സിലാവാതെ കുറച്ചു നേരം നിന്നു പോയിരുന്നു അവൾ. പിന്നെ നേരെ ബാത്റൂമിലേക്ക് കയറാൻ പേടിച്ച് വീണ്ടും വിളിച്ചു, എബി. അവൾ ഉറക്കം വിളിക്കുന്നത് കേട്ട് അവൻ വീണ്ടും പുറത്തേക്ക് വന്നു. എന്താടോ, പിന്നെയും കോക്രോച്ച് വന്നോ? അവൾ പറഞ്ഞ അതേ രീതിയിൽ തന്നെ അവൻ ചോദിച്ചു. എനിക്ക് ബാത്റൂമിനകത്തേക്ക് കയറാൻ പേടിയാ. അതിനകത്തിരിക്കുകയായിരിക്കും. അതിനെ ഒന്ന് മാറ്റി തരുമോ? എൻ്റെ പൊന്നു കൊച്ചേ, ഈ പാറ്റ, പല്ലി ഇവയൊന്നും അവിടെ തന്നെ ഇരിക്കില്ല, അത് പോയി കാണും. പ്ലീസ് എബി, ഒന്ന് കയറി നോക്കൂ. എനിക്ക് ബാക്കിയും കൂടി കുളിക്കണം. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, കുളിച്ച് കഴിയുന്നത് വരെ ഞാൻ ആ ബാത്റൂമിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും മാറിയിരിക്കാം. അതാകുമ്പോൾ തനിക്ക് പേടിക്കണ്ടല്ലോ, ഞാനുണ്ടല്ലോ. അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. കിടിലൻ ഐഡിയ ആണല്ലോ, നൈസായിട്ട് കുളിസീൻ കാണാമല്ലോ. അവൾ ചോദിച്ചു. ഇതിപ്പോൾ ഞാൻ വേണമെന്ന് പറഞ്ഞ് വന്നതല്ലല്ലോ, താനെന്നെ വിളിച്ച് കാണിച്ചതല്ലേ? എബി ചോദിച്ചപ്പോൾ അവൾ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി.
ദയനീയതയുള്ള അവളുടെ നിൽപ്പ് കണ്ട് അവന് പാവം തോന്നി. അവൻ അകത്തേക്ക് കയറി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരു പാറ്റയും കയ്യിലെടുത്തുകൊണ്ട് തിരിച്ചു വന്നു. അവൻ അതിനെ അവളുടെ കൺമുന്നിലേക്ക് തൂക്കി പിടിച്ച് കാണിച്ചു. ഒരു നിമിഷം വല്ലാത്തൊരു അറപ്പാണ് അവൾക്ക് തോന്നിയത്. അയ്യേ, എൻ്റെ അടുത്തു നിന്ന് അതിനെ മാറ്റിപ്പിടി, എനിക്ക് കണ്ടിട്ട് തന്നെ വല്ലാത്ത അറപ്പ് തോന്നുന്നു. അവള് മുഖം മാറ്റിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവനൊന്ന് ചിരിച്ചു. അല്ലെങ്കിലും ഈ ആഷ് പുഷ് പെണ്ണുങ്ങളുടെ സ്ഥിരം ഐറ്റംസ് ആണ് മോസ്കിറ്റോ, കോർക്രോച്ച് തുടങ്ങിയ ഐറ്റംസ് ഒക്കെ. വല്ലാത്ത പേടിയായിരിക്കും ഇതിനെയൊക്കെ. പിന്നെ ഒരു ഐറ്റം കൂടിയുണ്ട്, ക്യൂട്ട്നെസ്. അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ കൂർപ്പിച്ചൊന്ന് നോക്കി. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, എനിക്ക് കാണുമ്പോൾ തന്നെ എന്തോ പോലെയാ. എൻ്റെ വീട്ടിൽ ഈ സാധനങ്ങളൊന്നുമില്ല. തൻ്റെ വീട്ടിലില്ലാത്ത ഒരുപാട് സാധനങ്ങൾ ഇനി കാണാൻ പറ്റും. അവൻ പറഞ്ഞപ്പോൾ അവള് ബാത്റൂമിനുള്ളിലേക്ക് കയറി. പേടിയാണെങ്കിൽ ഞാൻ അകത്ത് വന്നിരിക്കാം, അവൻ വിളിച്ചു പറഞ്ഞപ്പോൾ പോടാ പട്ടി എന്നവൾ പറയുന്നത് കേൾക്കാമായിരുന്നു. അവളുടെ ആ മറുപടിയിൽ അവൻ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. ഒപ്പം അറിയാതെ ചിരിച്ചു പോവുകയും ചെയ്തു. നീല കുളി കഴിഞ്ഞിറങ്ങിയതും എബി കുളിക്കുവാനായി കയറിയിരുന്നു. പോകും മുൻപ് അവളെ കളിയാക്കി ചിരിക്കാൻ അവൻ മറന്നില്ല. രണ്ടുപേരും ഫ്ലാറ്റ് ലോക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നിലയ്ക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നിയിരുന്നു. ഇങ്ങനെ അടച്ചു കെട്ടി ഇരുന്നിട്ടേയില്ല. ഇത് എത്ര നാൾ കൂടിയാണ് പുറത്തിറങ്ങുന്നത്. പുറത്തിറങ്ങിയതും അവൾക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. എബി പറയുന്ന കടകളിൽ നിന്നൊന്നും വാങ്ങാൻ അവൾ തയ്യാറായില്ല. എല്ലാ വലിയ കടകളിലേക്കാണ് കയറുന്നത്. കയ്യിൽ കൊണ്ടുവന്ന പണം തീരുന്നത് അവൾ അറിയുന്നില്ലെന്ന് അവന് തോന്നി. ബ്രാൻഡഡ് സാധനങ്ങൾ നോക്കിയാണ് എടുക്കുന്നത്. അവളുടെ സ്വന്തം പണം ചെലവാക്കണ്ട എന്ന് പറയാൻ തനിക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് അവൻ മിണ്ടാതിരുന്നു. ബാഗും ഡ്രസ്സുകളും ഒക്കെ അവൾ വില കൂടിയത് നോക്കിയാണ് വാങ്ങുന്നത്. അവനൊന്നും മിണ്ടാൻ പോയില്ല. അവനും ഷർട്ട് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അവൻ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും 3 ബ്രാൻഡഡ് ഷർട്ടാണ് അവൾ വാങ്ങിയത്. അതിന് തന്നെ 10,000 രൂപയായി. അവൾ അടുത്ത ഡ്രസ്സുകൾക്കെല്ലാം കൂടി 25,000-ന് മുകളിലായി. അടുത്തൊരു ബേക്കറിൽ കയറി കുട്ടികൾക്ക് വേണ്ടി വില കൂടിയ കുറച്ച് സ്വീറ്റ്സും കൂടി വാങ്ങിയാണ് രണ്ടുപേരും തിരികെ വന്നത്. തിരികെ വരും വഴി 2 ബിരിയാണി കൂടി വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. അതും അത്യാവശ്യം വലിയ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അവൻ്റെ അരികിൽ വന്ന് ഇരുന്നു കൊണ്ട് അവൾ പറഞ്ഞു, നാളെ നമ്മുടെ കല്യാണമാ അല്ലേ? എക്സൈറ്റ്മെൻ്റ് ഉണ്ടോ? അവൾ ചോദിച്ചു. അവൻ എന്തിനാ എന്ന അർത്ഥത്തിൽ അവളെ ഒന്ന് നോക്കി. ഇപ്പോഴാ ഓർത്തത്, ഞാനേ പാർലറിൽ കയറി ഒന്ന് ക്ലീനപ്പ് ചെയ്യണമെന്ന് കരുതിയതാണ്. അത് പറ്റിയില്ല. വിഷമത്തോടെ പറയുന്നവളെ അവനൊന്ന് സൂക്ഷിച്ചു നോക്കി. എന്നു പറഞ്ഞാൽ നാടടക്കം വിളിച്ച കല്യാണമാണല്ലോ. താല്പര്യമില്ലാതെ പറഞ്ഞു എബി. ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണം നമ്മൾ. എന്ത് ചെയ്യുമ്പോഴും അതിനൊരു ഒറിജിനാലിറ്റി വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാ പറഞ്ഞത്, അവൾ പറഞ്ഞു. ഇതൊക്കെ തന്നെ ധാരാളം, അവൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ എബിക്ക് എന്നെ ഇഷ്ടമല്ല. എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി കൂർപ്പിച്ച് പറഞ്ഞു. താൻ ചില സമയത്ത് കൊച്ചു പിള്ളേരേക്കാൾ കഷ്ടമാണ്, അവൻ ചിരിയോടെ പറഞ്ഞു. അവളുടെ അരികിൽ നിന്നും എഴുന്നേറ്റു. ഭക്ഷണം കഴിഞ്ഞതും അവൾ ആ സെറ്റിയിൽ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയിരുന്നു. അവളുടെ നിഷ്കളങ്കമായ ഉറക്കം കണ്ടപ്പോൾ അവൻ അവളോട് പാവം തോന്നി. ഒരു പ്രത്യേക ചുറ്റുപാടിൽ ജീവിച്ചു വളർന്നവളാണ്. സാധാരണ ചുറ്റുപാടുമായി ഇണങ്ങാൻ അവൾക്ക് ഒരുപാട് സമയം വേണമെന്ന് അവന് തോന്നി. ഇന്ന് തന്നെ 30,000 രൂപ പൊടിച്ചിട്ടാണ് വന്നത്. ആ സെറ്റിൽ കിടന്ന് അവൾ ഉറങ്ങി. വൈകുന്നേരം കുട്ടികൾ വരുന്ന സമയമായപ്പോഴാണ് നില കണ്ണു തുറന്നത്. നോക്കിയപ്പോൾ അടുക്കളയിലാണവൻ. എന്തോ കാര്യമായ പ്രിപ്പറേഷനിലാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു. ചെന്ന് നോക്കിയപ്പോൾ അവൻ പഴംപൊരി ഉണ്ടാക്കുകയാണ്. തലയിൽ ഒരു തോർത്ത് കെട്ടി അവൻ പഴംപൊരി ഉണ്ടാക്കുന്നത് കാണെ അവൾ അവൻ്റെ അരികിലേക്ക് ചെന്നു. ഇതെന്താ സ്പെഷ്യലായിട്ട് പഴംപൊരിയാണോ? അതെ, ഒരെണ്ണം കഴിച്ചു നോക്ക്, അവൻ ഒന്നെടുത്ത് അവളുടെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. അവൾ അതൊന്ന് കടിച്ചു നോക്കി. സൂപ്പറായിട്ടുണ്ട്, ചിരിയോടെ അവനോട് പറഞ്ഞു. ആ ഫ്ലാസ്കിൽ ചായ ഒഴിച്ചു വച്ചിട്ടുണ്ട്, അതും കൂടി എടുത്ത് കുടിച്ചോ, അവൻ പറഞ്ഞു. എബി ഇത്രയും തന്നെ ചെയ്തോ? എന്നെ കൂടി വിളിക്കാമായിരുന്നില്ലേ? എന്തിനാ? സോപ്പ് വെള്ളം കലക്കി എന്നെ വീഴ്ത്താനാണോ? അവൻ ചോദിച്ചപ്പോൾ അവൾ അവനെ കൂർപ്പിച്ചൊന്ന് നോക്കി. പഴംപൊരി ഉണ്ടാക്കി വെച്ച് അവൻ അത് പാത്രത്തിലിട്ട് അടച്ച് ഒരു കപ്പ് കോഫിയും എടുത്തുകൊണ്ട് അവൾക്കൊപ്പം സെറ്റിൽ വന്നിരുന്നു. പഴംപൊരിയും കോഫിയും ആസ്വദിച്ച് കുടിക്കുന്നവളെ തന്നെ നോക്കിയിരുന്നു കൊണ്ട് അവനും മെല്ലെ കോഫി കുടിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് അവൾ മലയാളം ന്യൂസ് ചാനൽ വെച്ച് നോക്കുന്നുണ്ട്. തൻ്റെ ന്യൂസിന് തെളിമ കുറഞ്ഞത് കണ്ട് അവൾക്ക് ആശ്വാസം തോന്നി. അല്ലെങ്കിലും വാർത്തകൾ അങ്ങനെയാണല്ലോ, പുതിയ ഒന്ന് വരുന്നത് വരെ പഴയതിന് വലിയ പ്രാധാന്യമുള്ളൂ. നമ്മളെക്കുറിച്ചുള്ള വാർത്ത ഒരുപാട് കുറഞ്ഞു, അതിന് പതുക്കെ ഫീൽഡ് ഔട്ടായി പോയിക്കോളും, അവൻ പറഞ്ഞു. ശരിക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് വീട്ടിൽ നിന്ന് വരണ്ടായിരുന്നു എന്ന. സച്ചിൻ പറഞ്ഞതൊക്കെ സത്യമാണ്.
അത്രയും സൗകര്യത്തിലൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ബുദ്ധിമുട്ടിലൊക്കെ വരുമ്പോൾ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അന്ന് ഞാൻ കരുതിയത് അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്യുമെന്നാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അതൊക്കെ മിഥ്യയായിരുന്നു. സത്യത്തിൽ ഇതൊന്നും ഒരു വിധത്തിലും തനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? അവൻ ചോദിച്ചു. അങ്ങനെയല്ല, ഇങ്ങനെയൊരു ലൈഫൊന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും നനഞ്ഞു, ഇനിയിപ്പോൾ കുളിച്ച് കയറുകയല്ലേ നിവർത്തിയുള്ളൂ. പിന്നെ ഈ യാത്ര കൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി. അതെന്താ? അവൻ ചോദിച്ചു. എബി തന്നെ. ഇതുപോലെ ഒരാളെ കൂടുതൽ അടുത്തറിയാൻ സാധിച്ചത് ഈ ഒരു യാത്ര കൊണ്ടല്ലേ? എബിയുടെ ക്യാരക്ടറും രീതികളും എനിക്ക് എന്തിഷ്ടമാണെന്ന് അറിയുമോ? ഇങ്ങനെയൊരു യാത്ര ഉണ്ടാകില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്കിങ്ങനെ അടുത്തറിയാൻ പറ്റുമായിരുന്നോ? ശരിക്കും എനിക്ക് എന്തിഷ്ടമാണെന്ന് അറിയോ? അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചപ്പോൾ ഒരു നിമിഷം അവളുടെ കണ്ണുകളിൽ തന്നെ അവൻ്റെ കണ്ണുകളും ഉടക്കിപ്പോയിരുന്നു. സത്യം? അവൻ്റെ ചുണ്ടിൽ വരുന്ന കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. സത്യം, അവൾ പറഞ്ഞു. എബിക്ക് എന്നെ ഇഷ്ടമാണോ? കൊച്ചു പിള്ളേരെ പോലെയാണ് അവളുടെ ചില സമയത്തെ ചോദ്യം. കൊഞ്ചിക്കൊണ്ടുള്ള ചോദ്യം കേൾക്കെ അവൻ ഭംഗിയായി ചിരിച്ച് ആ നുണക്കുഴി കവിൾ കാട്ടി തലയാട്ടിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. സത്യം, അവൻ ചോദിച്ച അതേ ടോണിൽ തന്നെ അവൾ ചോദ്യം ചോദിച്ചു. സത്യം, അവൻ മറുപടിയും പറഞ്ഞു. ഷോ, ഞാൻ എബിയെ വല്ലതും സ്നേഹിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എന്ത് അടിപൊളിയായേനെ. മറ്റെന്തോ ചിന്തയിൽ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. വീണ്ടും ചിന്തിച്ചിരിക്കുന്നവളുടെ മറുപടിയിൽ അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു പോയിരുന്നു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.